അതിൽ നിന്ന് നമുക്കൊരു പിന്നെ പാലക്ക് പനീർ വെക്കാം. പാലക്ക് പനീർ. അപ്പോൾ അതിന് വേണ്ടിയത് ഞാനാണെങ്കിൽ ഇന്ന് ഗ്യാസ് ഒന്ന് നേരത്തെ കത്തിച്ച് ചീനിച്ചട്ടി അടുപ്പ് വെച്ച് ഇച്ചിരി ഇഞ്ചി ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി ഞാൻ ഇതിൻ്റെ കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഉള്ളി എടുക്കാം. ആ ഉള്ളി ഒന്ന് മൂക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യും. അപ്പം നമ്മുടെ ഉള്ളിയെല്ലാം നല്ലോണം മൂക്കുന്നുണ്ട്. വെളുത്തുള്ളി ഞാൻ പാലക്കിൻ്റെ കൂട്ട് പാലക്ക് നേരത്തെ നുള്ളിപ്പെറുക്കി അരിയാതെ തന്നെ നുള്ളിപ്പെറുക്കി കുക്കറിനകത്ത് ഒരു തുള്ളി വെള്ളവും പിന്നെ ഒരു ഇലയും പിന്നെ 5 കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇട്ട് ഞാൻ സീട്ടി അടുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ നല്ല വൃത്തിയായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഞാൻ അരച്ചു. വേണ്ടതായത് പേസ്റ്റ് പോലെ അരച്ചതായി. അപ്പം നമ്മളാണെങ്കിൽ പിന്നെ ഉള്ളി അടുപ്പിൽ കിടന്ന് മൂക്കുന്നുണ്ട്. പിന്നെ നമ്മളാണെങ്കിൽ നമ്മുടെ പനീർ 1/4 കിലോ മേടിച്ചു. ഇവിടെ നല്ല ഫ്രഷ് പനീർ കിട്ടും. നല്ല ദൃഢമുള്ള നല്ല ഫ്രഷ് കിട്ടും. 1/4 കിലോ പനീറും മേടിച്ചപ്പം ബാക്കി ഞാൻ ഇതാണെങ്കിൽ അരച്ചെല്ലാം വെച്ചേക്കുക. കണ്ട ഇങ്ങനെ പാലൊക്കെ അരച്ച് വെച്ചത് ഇനി നമുക്ക് അങ്ങോട്ട് കടുക് വറുത്ത് അതിനകത്തോട്ട് എല്ലാം കൂടെ ചേർക്കാം. ഇനി നമുക്ക് ഞാൻ ഈ ഒരു തക്കാളിക്ക് ഇതിൻ്റെ തന്നെ വേണമെങ്കിൽ നമുക്ക് അരച്ചും ചേർക്കാം. പക്ഷേ ഞാൻ അരച്ചല്ലിപ്പം സമയം രാവിലെ കുറവായതുകൊണ്ട് ഞാനിതിങ്ങനെ തന്നിട്ട് ഇതൊന്ന് മൂപ്പിക്കട്ടെ. നല്ലവണ്ണം അങ്ങ് വഴന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഈ നമ്മുടെ പാലക്കും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഒന്ന് ചേർക്കാം. തക്കാളിക്കായി ഇതും കൂടെ എല്ലാം നല്ലോണം മൂക്കുന്നു. ഉച്ചത്തി കുറച്ച് വെച്ചിട്ട് അതൊന്നും ഇങ്ങനെയൊന്ന് മൂക്കാം. ഇതിൻ്റെ തന്നെ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പ്രയാസമില്ല. അപ്പം ഞാൻ വെച്ചാൽ ഉപ്പൂടെ ചേർക്കും. ഇനി ഇതിനുള്ള മസാലയെല്ലാം നമുക്കൊന്നില്ല. മസാല ആദ്യം നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. ആ മഞ്ഞൾപ്പൊടി ഒന്ന് ഇതാവും. അത് കഴിഞ്ഞ് നമുക്ക് ഇച്ചിരി മുളക് പൊടി ഇടാം. പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി. പിന്നെ നമുക്ക് ഇച്ചിരി ഗരം മസാല. നമുക്ക് ഒരു ശകലം ഗരം മസാല. മുളക് പൊടി ഞാൻ ഒരു ശകലം കിട്ടും. ഒരു രൂപ എല്ലാം കൂടെ ഒന്ന് നമുക്കൊന്ന് വഴറ്റ് നല്ലതായിട്ട് ഇതൊന്നെല്ലാം കൂടെ ഒന്ന് വഴറ്റി തക്കാളിക്ക് അരച്ച് ചേർക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നമുക്ക് ഇത്രയും പാടില്ല. ഇച്ചിരി നേരം അതൊന്നും മൂത്താൽ മതി. ഇത് നല്ലവണ്ണം ഒന്ന് ഇതാവണ്ടേ. അതിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഇച്ചിരി നേരം ഇട്ടിട്ട് അതിൻ്റെ തൊലിയൊക്കെ. അപ്പം നമ്മുടെ മസാലകളെല്ലാം നല്ല മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ പനീർ നമ്മൾ മേടിച്ചല്ലോ 1/4 കിലോ നമ്മൾ എടുത്തിട്ടിരുന്നു. പനീർ നല്ല പനീറാണ് നമ്മൾ ആ പനീറിന്. ഇനി ആ പനീർ നമുക്കൊന്ന് ഇളക്കാം. അധികം എന്തോന്ന് കൊടുക്കലും പൊടിഞ്ഞു പോകും. ചെറുതായിട്ട് ഞാൻ പക്ഷേ നാട്ടിൽ മേടിക്കും. നാട്ടിൽ പനീർ വലിയ ട്യൂബാണ് കിട്ടുന്നെങ്കിലും വലിയ രുചിയൊന്നും എനിക്ക് തോന്നിച്ചില്ല. ഇവിടെ നല്ല അടിപൊളി പനീർ കിട്ടും. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഇന്ന് മേടിക്കാൻ. അപ്പോൾ ആ പനീറിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ഈ പാലക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുമല്ലേ, അതെടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഈ പാലൊക്കെ എടുത്ത് ഇപ്പം പാലക്ക് പനീറെല്ലാം നല്ല അടിപൊളി. വെള്ളം ഗ്രേവിയൊക്കെ അവരവർക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഗ്രേവിയൊക്കെ നമുക്കൊരു ശകലം ഗ്രേവിയും കൂടെ വേണം. അപ്പോൾ നമുക്ക് ഇച്ചിരി ഗ്രേവി
പോരെ, ഒരു ശകലം ഗ്രേവിയും കൂടി ഇച്ചിരി. നമ്മുടെ പാലക്ക് പനീറെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. നാട്ടിലൊക്കെ പാലക്ക് കിട്ടും, വലിയ വലിയ കടയിലൊക്കെ, മാളിലൊക്കെ കിട്ടും. നിങ്ങൾ നല്ല ഇതല്ലേ പാലക്ക്, നല്ല വിറ്റാമിനൊക്കെ ഒത്തിരി ഉള്ള സാധനമാണ് പാലക്കിനകത്ത്. അപ്പം നമ്മുടെ പാലക്ക് പനീറെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഒരു ശകലം നെയ്യിടാം. ഇതിനകത്ത് ക്രീം വേണമെങ്കിൽ ഇടാം. നമുക്ക് ഫുൾ ക്രീമിൻ്റെ പാലിൻ്റെ എടുത്ത് വെച്ചേക്കത്തില്ലേ, അതും ഇടാം നമുക്ക്. ഞാനിപ്പം ഇത്ര നെയ്യും കൂടി. അത് തന്നെ ഇവിടെ നല്ല ഫ്രഷ് ക്രീം കിട്ടും. ക്രീമെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പാല് മേടിച്ച് വെക്കുന്നത്, അതാ വേണ്ടിയത്. അത് ഞാനിവിടെ എടുത്ത് വെച്ചില്ല. അതേലെ ഒരു ശകലം കൊണ്ട് നമുക്കിടാം. വേണ്ട, അപ്പം ഞാനത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇതങ്ങ് അപ്പം അങ്ങനെ നമ്മുടെ പാലക്ക് പനീറെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം വെച്ച് നോക്കുക. പിന്നെ എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം. ഓക്കെ, ബൈ.